വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. മണിപ്പൂരിൽ വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതൊരു മറുപടിയായിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിപ്പൂരിൽ അവിടെ സംയുക്ത സേനാ ഓപ്പറേഷൻ നടക്കുകയാണ് എന്നുള്ളതാണ്. ഒരു കശ്മീർ മോഡൽ ഓപ്പറേഷനാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ അവിടെ തീവ്രവാദികളുടെ വ്യാപകമായിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചെക്ക് പോസ്റ്റുകളുണ്ട്. ആ ചെക്ക് പോസ്റ്റുകളെല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ സംയുക്ത സേന. പോരാത്തതിന് ഈ മണിപ്പൂരിൽ നടക്കുന്ന അതിക്രമത്തിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്ത പല കാര്യങ്ങളുണ്ട്. ഇതിലെ ഡീപ് സ്റ്റേറ്റിന് മണിപ്പൂരിൽ പല താല്പര്യങ്ങളുണ്ട്. പോരാത്തതിന് മ്യാൻമറിനുണ്ട്, ചൈനയ്ക്ക് പല താല്പര്യങ്ങളുണ്ട്. ആയുധങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ തന്നെ താങ്കളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഈ ആയുധങ്ങളൊക്കെ വരുന്നു, അവിടെ നമുക്ക് ഒരു തടയിട്ട് കഴിഞ്ഞാൽ മണിപ്പൂർ ക്ലീൻ ആവില്ലേ എന്ന്. ഇപ്പൊ അതേ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മുഴുവനായിട്ടും ഈ ഒരു ഓപ്പറേഷൻ വ്യാപിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം മിസോറാമിൽ നിന്ന് വന്നൊരു റിപ്പോർട്ടുണ്ട്. മിസോറാമിൽ അതിമാരക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ മ്യാൻമർ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമത്തിൽ നിന്നും പിടികൂടി എന്നുള്ളതാണ് ആ വാർത്ത. പോരാത്തതിന് 3000 ഡിറ്റനേറ്ററുകൾ പിടികൂടിയിട്ടുണ്ട്. 2 മ്യാൻമർ ഇല്ലീഗൽ ഇമിഗ്രൻസ് സ്വദേശികളെയും പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട്, അത് അസം പോലീസ് ഫോഴ്സും സേനയും സംയുക്തമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ഈ ആയുധങ്ങൾ, ഈ 3000 ഡിറ്റനേറ്ററുകൾ, സ്ഫോടക വസ്തുക്കളെല്ലാം മണിപ്പൂരിലേക്ക് കടത്താനായിട്ട് വച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും തന്നെ സേന പുറത്തു വിട്ടിട്ടില്ല. കാരണം നമ്മുടെ രാഷ്ട്രപതി ഭരണമാണ്, അതിനകത്ത് ഒരു ശുദ്ധീകരണം നടക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഈ മണിപ്പൂരിന്റെ ഈ ശുദ്ധീകരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ വ്യാപിക്കുകയാണോ? ഇത്തവണ മണിപ്പൂര് മുഴുവനായിട്ട് ശുദ്ധീകരിച്ച ശേഷം മാത്രമേ ഈ രാഷ്ട്രപതി ഭരണം അവിടെ നിന്നും തിരിച്ച് റിവോക്ക് ചെയ്യുകയുള്ളൂ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നത് മണിപ്പൂരിന്റെ കാര്യത്തിൽ? ഈ ഇന്ത്യയില് ഇക്കാലം അത്രയും എനിക്ക് തോന്നുന്നത് ഈ നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഈ നോർത്ത് ഈസ്റ്റിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തുള്ളതാണോ എന്ന് പോലും നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളത് പോലും സംശയം. കാരണം വലിയ വാർത്തകളൊന്നും അവിടുന്ന് വരുന്നില്ല. ഒന്നുകിൽ അവിടുന്ന് വരുന്നത് നാച്ചുറൽ കലാമിറ്റീസിന്റെ വാർത്തകൾ വരും, മറ്റൊന്ന് ഈ ഉത്സവ പോലെയുള്ള തീവ്രവാദികളുടെ എന്തെങ്കിലും വാർത്ത വരും. അതിനപ്പുറത്തേക്ക് വലിയ വാർത്തകളൊന്നുമില്ല. വലിയ ഒരു വാർത്തകളുമില്ല. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം BJPക്ക് അവിടെ മേൽക്കൈ നേടാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വാർത്തകൾ നിറയുന്നത്. അതിനുശേഷം ഈ നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അദ്ദേഹം വിശേഷിപ്പിച്ച് സപ്തർഷികൾ എന്നാണ്, 7 ഋഷിമാർ എന്നാണ്. 8 സ്റ്റേറ്റ് ഉണ്ട്. അതിൽ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് 7 സഹോദരിമാർ എന്നാണ്. ഒരു സഹോദര സിക്കിമാണ്. അപ്പം പ്ലസ് അങ്ങനെയാണ് 7 1 8. അപ്പൊ ഇത് നരേന്ദ്രമോദി അതിനെ വിശേഷിപ്പിക്കും സപ്തർഷിമാർ എന്നാണ്. അപ്പൊ അത്രയും പ്രാധാന്യം അവർ കൊടുക്കുന്നു. അതായത് നമ്മുടെ ഈ ഗിരിശൃംഗങ്ങളെ തൊടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അത് വലിയ അർത്ഥമാണ്. ആ പറഞ്ഞതിനകത്ത് ഒരുപാട് മാനങ്ങളുണ്ട്. ഗിരിശൃംഗങ്ങളെ തൊടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇവിടെയാണ് ഈ സർക്കാർ കയറിയതിനു ശേഷം, അതായത് ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് തൊട്ട് വലിയ രീതിയിലുള്ള വികസനത്തിന് വേണ്ടി അവിടെ ഒരു നീക്കം നടന്നു. ഒപ്പം തന്നെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ ഓപ്പറേഷൻ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നം വലിയ പ്രശ്നമാണ്. ഇപ്പൊ അതിർത്തിയിലെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല. അപ്പം നമ്മൾ കരുതും നമ്മളും തമിഴ്നാടുമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതിർത്തി പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളും തമിഴ്നാടുമായിട്ടുള്ള അതിർത്തി പ്രശ്നം പോലെ ചെറിയ എന്തോ ഇഷ്യൂസ് ആണെന്നാണ് കരുതുന്നത്. പക്ഷെ അല്ല. ഈ അസാമും മിസോറാമും തമ്മിൽ, അസാമും നാഗാലാൻഡും തമ്മിൽ, അസാമും അരുണാചൽ പ്രദേശും തമ്മിൽ, അസാമും മേഘാലയയും തമ്മിലൊക്കെ അതിർത്തി പ്രശ്നമുണ്ട്. ഈ അതിർത്തികളിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് ജനങ്ങൾ മാത്രമല്ല, പോലീസ് സേനയുമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇരു വിഭാഗത്തിലെ പോലീസ് സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ 124 പേരാണ് കൊല്ലപ്പെട്ടത്. ചെറിയ കലാപമല്ല, വലിയ രീതിയിലുള്ള കലാപങ്ങളും തീവെപ്പുകളും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ ജില്ലകളെ ഇത് ബാധിക്കുന്നുമുണ്ട്. അപ്പൊ ഇതിനെ തടയിടുക എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ ഏറ്റവും വലിയ വെല്ലുവിളി. സത്യത്തിൽ ഈ കലാപങ്ങളും ഈ അതിർത്തി തർക്കമൊക്കെ പരിഹരിക്കാൻ നമ്മുടെ സർക്കാരുകൾ, ഇന്ത്യൻ സർക്കാരുകൾ വിവിധ വർഷങ്ങളിൽ വിവിധ സമയങ്ങളിൽ മാറി മാറി ഇന്ത്യൻ സർക്കാരുകൾ ഏതാണ്ട് 13ഓളം കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലത്തെ കരാർ 1986 ഒരു കരാറാണ്. ഈ കരാറുകൾ ഒരു വഴിക്ക് കിടക്കും, മറ്റൊരു വഴിക്കും. അപ്പം ഏറ്റവും ഒടുവിലത്തെ കരാറിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ അറ്റോണമസ് ബോഡികൾ വെക്കുക, അതായത് സ്വയം ഭരണ പ്രദേശങ്ങൾ ഈ ഗിരിവർഗ മേഖലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറെ വിഷയം. അത് ഈ മോദി സർക്കാർ കയറിയതിനു ശേഷമാണ്
പല സംസ്ഥാനങ്ങളിലും ഈ വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ കാലത്ത് കുറെ ബോഡികളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ പോലും അവിടെ കാലാകാലങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നില്ല. കാരണം അവർക്ക് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വടക്കിഴക്ക് സംസ്ഥാനം അവർക്ക് ഏതെങ്കിലും സീറ്റ് കിട്ടുന്ന സ്ഥലം എന്നത് കവിഞ്ഞിട്ട് അവർക്ക് വലിയ താല്പര്യം അതിൽ പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ അവർ അവിടുന്ന് റോഡ് വെട്ടി തന്നെ. പണ്ട് എന്തുകൊണ്ടാണ് അവിടേക്ക് റോഡ് വെട്ടാതെന്ന് ചോദിച്ചപ്പോൾ പഴയ ഭരണാധികാരികൾ, കോൺഗ്രസിന്റെ ഭരണാധികാരികൾ പറഞ്ഞത് റോഡ് വെട്ടിയ ചൈന പെട്ടെന്ന് ഓടിയെത്തും ഇവിടെ, നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എളുപ്പമായി ഇങ്ങോട്ട് കയറാൻ, അതുകൊണ്ടാണ് ഞങ്ങൾ റോഡ് വെട്ടാത്തതെന്ന് പറഞ്ഞിരുന്നവരാണ്. ഇപ്പം അത് മാറിയിട്ടുണ്ട്. റോഡായിട്ടുണ്ട്, വൈദ്യുതി ആയിട്ടുണ്ട്, വെള്ളമായിട്ടുണ്ട്, ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോ ഈ ഈ ഇത് പറയുന്ന ആ കരാറിൽ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു. കോൺഗ്രസ് ഇതിനകത്ത് ബോഡികൾ പലതും ഉണ്ടാക്കി വെച്ചെങ്കിലും അത് കാലാകാലങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുകയോ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തില്ല. നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷമാണ് ഈ ഓട്ടോണമസ് ബോഡികളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ തന്നെ മിക്കവാറും സംസ്ഥാനങ്ങളിലെ ഈ ഗോത്രവർഗ മേഖലയിലെ സ്വയം ഭരണാധികാരമുള്ള ഈ ഹിൽ ഏരിയയിലെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ട് ഒരുപാട് തവണ. എനിക്ക് തോന്നുന്നു ഒരു 1-1.5 ആഴ്ചക്ക് മുമ്പ് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. അവിടെ എവിടെയോ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് നമ്മൾ ജയിച്ച ഒരു കൊടുത്തിരുന്നു. അപ്പം അതാണ് ഒന്നാമത്തെ, അതിന്റെ ഒരു പ്രക്രിയ നടന്നു വരും. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത അടുത്തൊരു നീക്കം നമ്മൾ നടത്തിയത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഫാമിങ് അവിടെ പ്രോത്സാഹിപ്പിക്കുക, അതായത് ഫാമിങ് ചെയ്യുകയാണ്. കാരണം ഒരുപാട് പ്രദേശങ്ങളിൽ ഭീകര ആക്രമണം കൊണ്ടും മറ്റുമൊക്കെ അവിടെ വെറുതെ കിടക്കുന്ന പ്രദേശങ്ങളും മറ്റുമുണ്ട്. അപ്പൊ ആ ഫാമിങ് വീണ്ടും നമ്മൾ പുനരാരംഭിക്കുകയാണ്. അതായത് ഇപ്പം റബ്ബർ കൃഷി ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിൽ തന്നെ അവിടെ വരുന്നു എന്നുള്ളതാണ്. വരുന്നു എന്നല്ല, അതിന്റെ പ്രവർത്തനങ്ങൾ തന്നെ തുടങ്ങി കഴിഞ്ഞു. കാരണം കേരളമൊന്നും ആയിരിക്കില്ല, നമുക്കറിയാം തേയില ഉൽപാദനത്തിൽ തന്നെ അസം നമ്മുടെ രാജ്യത്ത് ഒന്നാമതോ രണ്ടാമതോ ആണ് നിൽക്കുന്നത്. നമ്മൾ പോലും മൂന്നാമതാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം നമ്മൾ കാണണം. ഒപ്പം തന്നെ പലവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലായും അങ്ങനെ വലിയൊരു കാർഷിക സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് അസം മാത്രമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം. മൂന്നാമത്തെ കാര്യം ടൂറിസം വന്നു കഴിഞ്ഞാൽ കുറെ അധികം വിഷയങ്ങൾ തീരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ടൂറിസം വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ അരുണാചൽ പ്രദേശത്തൊക്കെ ഇപ്പോൾ ബോർഡറുകളിൽ എയർ സ്ട്രിപ്പുകൾ പണിതിരുന്നു. ഈ മോദി സർക്കാർ എയർ സ്ട്രിപ്പുകൾ പണിതു, അതായത് ചെറിയ വിമാനങ്ങൾക്കും മറ്റും ലാൻഡ് ചെയ്യാൻ. ഇപ്പോൾ അങ്ങോട്ടേക്ക് ടൂർ പാക്കേജുകളുണ്ട്. നമുക്ക് അതിർത്തിയിൽ പോയി തങ്ങാവുന്ന ടൂർ പാക്കേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 15,000 18,000 രൂപ കൊടുത്ത 2 രാത്രി 1 പകലോ അങ്ങനെ തങ്ങുന്ന ചെറിയ ചെറിയ പാക്കേജുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അരുണാചൽ പ്രദേശ് ബോർഡറിലേക്ക്. ഇതൊന്നും മുമ്പ് നമുക്ക് കേട്ടുകേഴ്വി പോലും ഇല്ലാത്തതായിരുന്നു. കാരണം വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി അവർക്ക് ലാഭകരമായി മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടൂറിസം, കൃഷിയും ഒക്കെ തന്നെ അതൊരു ഭാഗത്ത് നടക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്ത് വലിയ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 2 മേഖലയുണ്ട്. നമ്മുടെ ഡിഫൻസിലെ 2 മേഖല. അതിൽ ഒരു മേഖല എന്ന് പറയുന്നത് നാവികമാണ്. അതായത് നമ്മുടെ നേവിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ദുരാന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ട്രോയിഡുകളും അതുപോലെ അന്തർവാഹിനികളും പടക്കപ്പലുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വിടുന്നത്. ഒപ്പം തന്നെ ആ മേഖലയിൽ നമ്മൾ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊന്ന് വ്യോമ മേഖലയാണ്. അതിനാണ് നമ്മളിപ്പോൾ കൂടുതൽ വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകളും മറ്റുമൊക്കെ നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ എയർഫോഴ്സ് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി. ഏതായാലും ഈ നേവിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ മാക്സിമം തുറമുഖങ്ങൾ ഉണ്ടാക്കുക, പലയിടത്തു നിന്നും നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ പോർമുഖങ്ങൾ തുറക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള പോർട്ടുകൾ, കടൽ തീരങ്ങൾ, ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ട്രേഡിങ്ങിന് ഇപ്പൊ പല വഴികളാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് എത്രയും ടെക്നോളജികളും കാര്യങ്ങളും വളർന്നിട്ടും ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങൾ നടക്കുന്നത്, ഈ പറയുന്ന ചരക്ക് ഗതാഗതം നടക്കുന്നത് സമുദ്ര മേഖലയിൽ കൂടി തന്നെയാണ്. ഏതാണ്ട് 75%, ഏതാണ്ട് 80% ചരക്ക് നീക്കം ഈ സമുദ്രം വഴിയാണ് നടക്കുന്നത്. അപ്പോ ഈ ടെക്നോളജി മാറിയെങ്കിൽ വിമാനം കണ്ടുപിടിച്ച്, പലതും കണ്ടുപിടിച്ചു, ട്രെയിൻ കണ്ടുപിടിച്ചു, പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതുവഴി തന്നെയാണ്. അപ്പം കൂടുതൽ തുറമുഖങ്ങൾ നമുക്ക് അനിവാര്യമാണ്. കൂടുതൽ ട്രേഡിംഗ് റൂട്ടുകൾ നമുക്ക് അനിവാര്യമാണ്. അത്തരത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളാണ് ഇനി ഭാവിയിലെ ഇന്ത്യയുടെ നട്ടെല്ലെന്ന് അമിത്ഷാ തന്നെ വിശേഷിപ്പിക്കാനുള്ള കാരണം, നമ്മൾ ഇതുവരെ ചൂഷണം ചെയ്യാത്ത, ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത, ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത സംസ്ഥാനങ്ങളാണ് വടക്കിഴക്ക് സംസ്ഥാനം. ശരിക്കും ഒരു ഖനിയാണ്, ഒരു സ്വർണ്ണ ഖനി പോലെയുള്ള സംസ്ഥാനം. അപ്പൊ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഒപ്പം ഇതിനുള്ളൊരു പ്രക്രിയയാണ്. ഇതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അസാമിലേക്ക് വന്ന ഉൾപ്പെടെയുള്ള സംഘടന, ഇന്നിപ്പോ അതിനും വലിയ പവറൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളിലും അനവധി വിഘടന സ്വഭാവമുള്ള സംഘടനകളുണ്ട്, വിഘടനവാദികളുണ്ട്. മണിപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഇഷ്യൂ വലിയ രീതിയിൽ ഏറ്റെടുക്കാനുള്ള കാരണം വെച്ചാൽ, മണിപ്പൂരിനെ സംബന്ധിച്ച് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം മാത്രമല്ല, അത് അസാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, മിസോറാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, നാഗാലാൻഡുമായി ബന്ധപ്പെട്ട് ഇവിടങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വിഷയമുണ്ടായാൽ ഇത് മറ്റു സംസ്ഥാനങ്ങളെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇത് പോകുന്നതെന്നുള്ളതാണ്. ഇതിനിടയിൽ മ്യാൻമാറിൽ നിന്ന് അവിടെ ചേർന്ന് കിടക്കും. ഇതൊക്കെയാണ്
നമ്മൾ ഇതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാരണം. ഇവിടെ രാഷ്ട്രപതി ഭരണം വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലായിരുന്നു. എന്നായിരിക്കും അത് വരുന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഒരു തർക്കം ഈ രാജ്യത്തുണ്ടായിരുന്നത്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് നിമിഷവും വരും എന്നുള്ള കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം കൂടെയാണ്. ഏതായാലും രാഷ്ട്രപതി ഭരണം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ വരാൻ പോകുന്ന സാധനം ഒരു ക്ലീൻ ആയിട്ടുള്ള, കാരണം അവിടെയും ചില ഡിമാൻഡ്സുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കരാറിന്റെ ഭാഗമായിട്ട് ഈ കുക്കി മേഖലകൾക്ക്, ഗോത്രവർഗ മേഖല, അവർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ത്രിപുരയിലെ പോലെ, അസാമിലെ പോലെ ഈ ഗോത്രവർഗ മേഖലയിൽ അവർക്കൊരു ഓട്ടോണമസ് ബോഡി, ഒരു സ്വയംഭരണ അധികാരമുള്ള കൗൺസിൽ രൂപീകരിച്ച് കൊടുക്കണമെന്ന്. അതിനകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും. പിന്നീട് ഇതിനിടയിൽ ഈ അക്രമം കൊള്ളിവെപ്പും ഒക്കെ നടത്തുന്നത് ഇതിനെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ സേനയും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും റെയ്ഡുകൾ തുടങ്ങിയിട്ടുണ്ട്, ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് പഴയതുപോലെ പോലീസിന് കുറച്ചുകൂടി പവർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജമ്മു കാശ്മീരിൽ ചെയ്യുന്ന കണക്ക്, മുമ്പ് ജമ്മു കാശ്മീരിൽ പോലീസും നമ്മുടെ കേന്ദ്രസേനയും രണ്ട് വഴിയായിട്ടാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ജമ്മു കാശ്മീരിൽ ഒറ്റ രീതിയിലാണ് നീങ്ങുന്നത്. പോലീസ് ചെല്ലുന്നു, അവിടെ സേനയുടെ ആവശ്യമുള്ള സേനയെ വിളിച്ചു വരുത്തുന്നു. ഇല്ലെങ്കിൽ സേന ചെല്ലുന്നു, പോലീസിന്റെ ഈ ലോക്കലി ഉള്ള ഈ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് പോലീസ്, ലോക്കൽ പോലീസ് തന്നെയാണ്, സേനയല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോലീസ്. അപ്പൊ രണ്ടും ഒന്നിച്ച് നീങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഇത് സെയിം രീതിയാണ് ഇപ്പോൾ മണിപ്പൂരിൽ കാണുന്ന കാഴ്ച. മണിപ്പൂരിൽ മുമ്പ് ഈ പോലീസിന് ഭയന്ന് നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം പോലീസിന്റെ ആയുധ ഡിപ്പോ വരെ കൊള്ളയടിച്ചുകൊണ്ട് 5000-ഓളം തോക്കും 6 ലക്ഷത്തോളം തിരകളും ഒക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ പോലീസിന് ഭയന്ന് നിൽക്കേണ്ടി വന്നെങ്കിൽ ഇന്ന് ആ പോലീസിന് ഭയന്ന് നിൽക്കേണ്ടതായ ആവശ്യമില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് അവർക്കാണ് മണിപ്പൂരിന്റെ ലോക്കൽ പൊളിറ്റിക്സ് നന്നായി അറിയാവുന്നത്. അപ്പൊ അവിടെ ഈ സേനയും കൂടെ ചേരുന്നതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ദിവസവും മണിപ്പൂരിൽ നിന്ന് ആയുധം കണ്ടെത്തിയതിന്റെയും റെയ്ഡിന്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുമാത്രവുമല്ല, ഒരു കർശനമായ നടപടിയിലേക്ക് കേന്ദ്രം മണിപ്പൂരിലേക്ക് നീങ്ങില്ല. കാരണം മണിപ്പൂർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ ഒരുപാടുള്ള സ്ഥലമാണ്, വൈകാരികമായ പ്രതികരണങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ പെട്ടെന്നൊരു മൂവ്മെന്റിലേക്ക് പോകില്ല, പതുക്കെ പോവുകയും ഒപ്പം തന്നെ ഈ കുക്കീസിന്റെ ഈ ഓട്ടോണമസ് ഹില്ലിന്റെ അംഗീകാരം നൽകുകയും മറ്റൊന്ന് ഈ ജനങ്ങളെ വിശ്വാസമെടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയം തീരും. കാരണം മണിപ്പൂര് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ്. മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെയൊക്കെ കുറെ ഇഷ്യൂ ഉണ്ട്. ഏതായാലും വരും നാളുകൾ നമ്മളുടെ രാജ്യത്തെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറയുക വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെ ആയിരിക്കും. അത് എന്തിന്റെ പേരിലായാലും, ആക്രമണത്തിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പുതിയ തുറമുഖങ്ങളുടെ പേരിലായാലും, അതിർത്തിയുടെ ആ ഒരു സുരക്ഷയുടെ കാര്യത്തിലായാലും, ഒപ്പം തന്നെ വികസനങ്ങളുടെ പേരിലായാലും ഒക്കെ ഇനി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാർത്ത വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെ ആയിരിക്കും. അതിന് തർക്കമില്ല. അത് കേന്ദ്ര സർക്കാരിന് നേരത്തെ തന്നെ അറിയാമായിരുന്നത് കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ അങ്ങോട്ടേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരം വാർത്തകൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വാർത്തകൾ കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഇത് ഏറ്റവും കൂടുതൽ നൽകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം മാധ്യമങ്ങൾ ആ വാർത്തകൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. ഇല്ല എങ്കിൽ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ, അവിടെ റെയിൽവേ വന്നത് പോലും വലിയൊരു വാർത്തയായി വന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ ടൂറിസത്തിൽ അരുണാചൽ പ്രദേശ് ചൈനയുടെ ബോർഡറിൽ നമുക്ക് പോയി തങ്ങാം എന്നൊക്കെ ഉള്ള വാർത്തകൾ പോലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ മീഡിയാസുകളൊന്നും. എന്തുകൊണ്ടാണെന്നറിയില്ല. ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്ലീൻ ആക്കാനുള്ള ഒരു പുറപ്പാട് കേന്ദ്രം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനൊരു ബലം പകരുന്ന രീതിയിലേക്ക് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം വന്നിരിക്കുന്നു. ഇത് മണിപ്പൂരിൽ മാത്രം ഒതുങ്ങില്ല. മണിപ്പൂരിൽ ഒരു സേനയ്ക്ക് ഒരു ബേസ്മെന്റ് വന്നാൽ ഓൾറെഡി ആസാമിൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ആസാമിൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്നു, മണിപ്പൂരിലും ഒരേപോലെ സൈനിക ഓപ്പറേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾക്കും അതിനകത്ത് അതിന്റെ അലയൊലികൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.